ഹലോ ഗൈസ്, നമ്മളെന്നും ക്രിയേറ്റിവിറ്റി ആണ് ചെയ്യൽ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊടിമുട്ടയാണ്. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് കടക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട് മുട്ട എല്ലാം. ഇതാണ് നമുക്ക് അതിലേക്ക് പൊടിച്ചിടേണ്ടതാണ്. അപ്പോൾ അത് ആദ്യം വറുക്കണം. ഇതുള്ളത് വെളുത്തുള്ളി ഒരു 4-5 അല്ലിയുണ്ട്, പിന്നെ മുളക് വറ്റൽമുളകാണ്, പിന്നെ മല്ലി, പിന്നെ പരിപ്പ് കുറച്ച്, പിന്നെ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിയെടുക്കുന്നത്. കുറച്ചും കൂടി മുളക് വേണം. കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇടണം. പിന്നെ പുതിനയാണ് വേണ്ടത്. ഇതാണ് അതിൻ്റെ മെയിൻ. പിന്നെ ഈ മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഏകദേശം ബ്രൗൺ കളർ വരണം പുറമേയും ഉണ്ണീരൊക്കെ. എന്നാൽ അതിലേക്ക് കടക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ട്, അതൊന്ന് ഉണങ്ങട്ടെ. എന്നിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫ്ലെയിം കുറച്ചെടുക്കാം. സ്മെല്ല് വരുന്നുണ്ട് കുരുമുളക് പൊടിൻ്റെ ഒക്കെ. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനു മുമ്പ് പുതിന ഇടണം. പുതിന ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്കിനി പൊടിച്ചെടുക്കാം. നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ നല്ല സ്മെല്ലാണ് ഇതിന്. നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒന്ന് ചുറ്റി കൊടുക്കാം. നമുക്ക് മുട്ട നല്ല നല്ല വെച്ചെടുക്കാം. ഈ സംഭവം ചെയ്യുമ്പോൾ കയ്യിലൊരു മൂടി ഉണ്ടാവണം. ഇത് മുട്ട പൊട്ടിത്തെറിക്കും. അതിൻ്റെ വെള്ളം നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ കൈയും ഒക്കെ പോവും പൊള്ളി കഴിഞ്ഞാൽ. നമ്മുടെ മുട്ട മൊത്തം പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെക്കാം. നമുക്ക് മറിച്ചിട്ടെടുക്കാം. പൊരിഞ്ഞിട്ടൊന്നുമില്ല. പൊരിയണം. അത് പൊരിഞ്ഞിട്ടുണ്ട്. മുട്ട മൊത്തം മറിച്ചിട്ടിട്ടുണ്ട്. കുറേ ഉണ്ണി ചാടിപ്പോയി. നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാനുള്ള സമയമായി. മസാല ഇട്ട് കൊടുക്കാം. ഈ സവാള ഇടലുണ്ട്. സവാള ഇപ്പം ഇന്ത്യയിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പരമാവധി മസാല ഇടുക. ഇളക്കി കൊടുക്കാം.
ഉണ്ണിയൊക്കെ പൊട്ടുന്നുണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയൊക്കെ പൊട്ടി. അങ്ങനെ നമ്മുടെ പൊടിമുട്ട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊടിമുട്ട റെഡി ആയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം.